പ്രതിഷേധം എന്ന് പറഞ്ഞാൽ അത് ജനത്തിൻ്റെ ഉപകാരമാണ്. ജനത്തിൻ്റെ ഉപകാരം അത് അവിടെ പ്രകടിപ്പിച്ചു. അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഗുണങ്ങൾ കിട്ടി. സർക്കാർ നേരിട്ട് വന്ന് ഇടപെട്ടു. എല്ലാ സഹായവും സർക്കാർ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടി. അതെ, അത് പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിച്ചിട്ടാണല്ലോ പ്രത്യേകം കൊണ്ടുപോകുന്നത്. അത് ഞങ്ങളുടെ സമ്മതത്തോടു കൂടിയാണ്. ഞാനും എൻ്റെ കൊച്ചും സമ്മതിച്ചാൽ കൊണ്ടുപോയത്. അത് കാരണമാണ് സർക്കാർ നേരിട്ട് ചടങ്ങിന് ഒരു തീർപ്പുണ്ടായി ഇതിൻ്റെ പരിഹാരം കണ്ടെത്താൻ പറ്റിയത്. അതിന് സർക്കാർ ഭാഗത്ത് നിന്ന് പിന്നെ വേറെ തെറ്റൊന്നും നമുക്ക് പറയാനില്ല. അതിന് പ്രത്യേകത വേറെ ഇല്ല. അല്ല, ആ പ്രതിഷേധം ഇന്നലെ അവിടെ പ്രതിഷേധിച്ചു. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളതിന് വേറെ ഒരു മുൻകൈയെടുത്ത് മുന്നോട്ട് പോകുന്നില്ല. അല്ല, എതിർപ്പെന്ന് പറഞ്ഞാൽ അന്ന് അവിടെ ഇത് പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഇപ്പം അവിടെ പ്രതിഷേധം ഉണ്ടായി. അത് കുറേ ഭാഗം തെറ്റും ഉണ്ടല്ലോ, തെറ്റും ശരിയും ഉണ്ടല്ലോ. അതൊന്നും ഞാൻ അറിയണില്ല. നമ്മൾ ഈ സംഭവം എന്ന് പറയുന്നത് ഞാൻ ഈ മോർച്ചറിയുടെ അടുത്ത് അവിടെ ഇരിക്കുകയാണ്. ഇന്നലെ രാത്രി ഉപവാസസമരം നടത്തി പ്രതിഷേധിച്ച് കോൺഗ്രസ് നേതാക്കളെ അടക്കം പോലീസ് അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ ചെറിയ തോതിലുള്ള സംഘർഷം അതൊന്നും ഞാൻ അറിയണില്ല, നമ്മൾ അറിയണില്ല. ഇന്നലെ രമേശ് ചെന്നിത്തല വരെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ മൃതദേഹത്തോട് കോൺഗ്രസ് പ്രവർത്തകർ അല്ലാത്തൊരു കാണിക്കുന്ന പരാതിയുണ്ട്. അങ്ങനെ ഒരു പരാതി അവിടെ ഇല്ലല്ലോ. കാരണം ഞങ്ങളെ സംബന്ധിച്ചാണല്ലോ ഇവർ ഉപരോധിക്കാൻ പോണത്. അല്ലാതെ അവർ ബലമായിട്ട് ബോഡി എടുത്തുകൊണ്ട് പോയതല്ല. ഞങ്ങളോട് വന്ന് അനുവാദം ചോദിച്ചു, ഇന്ന രീതി ചെയ്യണം, എന്തെങ്കിലാണ് സർക്കാർ നേരിട്ട് ഇടപെടുകയുള്ളൂ എന്ന് പറഞ്ഞ കാരണമാണ് ഇവർ ബോഡി എടുത്തുകൊണ്ട് പോയി പ്രതിഷേധിച്ചത്. അത് കാരണമാണ് ഇപ്പോൾ നേരിട്ട് 2 മന്ത്രിമാരും വന്ന് എല്ലാ രീതിയിലുള്ള സഹായ സഹകരണങ്ങളും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഉണ്ടായി. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് വേറെ പ്രതിഷേധമൊന്നും വരും.